ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും മിഡ് ടൈം എക്സാമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ മിഡ് ടൈം എക്സാമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നാളത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബേസിക് സയൻസും മലയാളമാണ്. അപ്പോൾ നമ്മൾ എക്സാം ഡേയ്സിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഈ ബുക്കെല്ലാം അലങ്കോലമായിട്ട് ഇട്ടേക്കാണ്, സോ ഡർട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ടേബിൾ കണ്ടല്ലോ, വളരെ ഡർട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതേപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം. അത് ഞാൻ ബുക്സൊക്കെ അടുക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പെൻസിൽ സ്റ്റാൻഡ് വെച്ച് വരയ്ക്കുക. ആദ്യമായിട്ട് എൻ്റെ പെൻസിലും സ്കെയിലാണ് ഈ ഒരു അറയിൽ വയ്ക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പേനകളാണ് ഈ ഒരു അറയിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഞാൻ എൻ്റെ കളേഴ്സ് സ്റ്റിക്കി നോട്ട് വെച്ചു. പിന്നെ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കി സ്റ്റിക്കേഴ്സ്. ദെൻ എൻ്റെ ഫ്ലവർ പോട്ടൊക്കെ ഇവിടെ വെച്ചു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടേബിൾ കാണാൻ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, വെരി നൈസായിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്കിനി ബോക്സിൽ വയ്ക്കാം. സ്കെയിൽ വെച്ചിട്ടുണ്ട്, എറേസ് കട്ടേഴ്സും വെച്ചു, പെൻസിൽ വെച്ചു. പെൻസിൽ 2 എക്സ്ട്രാ പെൻസിൽ വെച്ചു. ദെൻ പേനയും അതേപോലെ തന്നെ 2 എക്സ്ട്രാ പേന വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എൻ്റെ പൗച്ചിൽ ക്രയോൺസ് ഒക്കെയാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് ജോമെട്രി ബോക്സ് ഉറപ്പായിട്ട് മാത്സ് എക്സാമിന് വേണം. അടുത്ത എക്സാം ബോർഡാണ് ഇതിൻ്റെ. അടുത്ത് നമ്മൾ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പം മിഡ് ടൈം ആയതുകൊണ്ട് തന്നെ ടൈം ടേബിൾ അനുസരിച്ച് വയ്ക്കണം. ഇപ്പോൾ ബോർഡ് വെച്ചു, ബോക്സ്, പൗച്ച്, ജോമെട്രി ബോക്സും വെച്ച് അടച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ നല്ല ബേസിക് സയൻസ് മലയാളമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മലയാളമാണ് പഠിക്കുന്നത് കേട്ടോ. ഇത് പാടാമെന്നാണ് മലയാളം. പിന്നെ ബേസിക് സയൻസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളം എനിക്ക് മനസ്സിലാകാത്ത ഒരുപാടെണ്ണമുണ്ട്. വ്യാകരണം, ഭാഷ എന്നൊക്കെ പറയും. അതൊക്കെ എഴുതിയ ശേഷം ഞാൻ കളർ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ജെറിയാണ് കളർ അടിച്ചത്. കണ്ട പിറ്റേ ദിവസം രാവിലെ എണിച്ചപ്പോൾ ഒരു റോസാപ്പൂ നിൽക്കുന്നത് കണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. അപ്പോൾ മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ കൊടയും റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. അതേ ജാസ് നിൽക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ബസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ബസ് വന്ന് എല്ലാ കൂട്ടുകാർക്കും പറയുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി പോവാണ് സ്കൂളിൽ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും ആലോചിച്ചിരുന്ന സമയം പോവും. ബാക്കിയുള്ളത് എഴുതിയിട്ട് അത് ഓർമ്മ വരുമ്പം നിങ്ങൾ എഴുതാം. ഇതെൻ്റെ സ്റ്റഡി പ്ലാനറാണ് കേട്ടോ. ഞാൻ ഇത് ഓഗസ്റ്റ് മുതലുള്ള ചെയ്തിരിക്കുന്നത്. അതേ കണ്ടോ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാനും ഇജാസും കൂടെയാണ് അടുത്തത് പഠിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നാളെ എന്ന് പറയുന്നത് ഐടിയും എന്താണ് ഹിന്ദിയാണ് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ പഠിക്കുകയാണ്. ഞാൻ എഴുതി പഠിക്കുമ്പോൾ ഇജാസ് കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു കണ്ടത് കേട്ടോ. അച്ചുവും കൂടെ ഉണ്ടായിരുന്നു. അച്ചു മിണ്ടാതെന്ന് ഇരിക്കത്തില്ല. ഇജാസ് കൂടെ പോക്കിമോൻ കാർഡൊക്കെ കാണിച്ചായിരുന്നു. സ്കൂളിൽ പോയിട്ടൊക്കെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വന്ന് നല്ല എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞു. ഇജാസിന് നാളെയും കൂടെ പരീക്ഷയുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.